തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. ഈ കറിയുടെ പേര് വെട്ടുപുളിങ്കറി എന്നാണ്. വെട്ടുപുളിങ്കറി ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ആരും കേട്ട് കാണൂല. എൻ്റെ വീട്ടിൽ പണ്ട് ഇഷ്ടം പോലെ നെൽകൃഷി ഉണ്ടായിരുന്നു. അന്നേരം 10-15 സ്ത്രീകൾ ഞാറ് നടാനൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അവർക്ക് വേണ്ടി എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്നതാണ് ഈ കറി. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. പണ്ട് കാലങ്ങളിൽ ഉരുളക്കിഴങ്ങ്, ഉള്ളി, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നുള്ള പച്ചക്കറികളെല്ലാം അപൂർവമായിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ. വീട്ടുവളപ്പിൽ എന്തുണ്ടാവോ അതുകൊണ്ട് കറി ഉണ്ടാക്കും. അത് തന്നെയല്ല, 10-15 പേർക്ക് കറി ഉണ്ടാക്കുമ്പോൾ ധാരാളം പച്ചക്കറി വേണം. ഇങ്ങനെയാണ് എൻ്റെ അമ്മ കറി ഉണ്ടാക്കാറ്. ഇത് പപ്പായ, കപ്പയ്ക്ക എന്ന് പറയും. ഇത് വളരെ ചെറുതാണ്. ഇതെല്ലാം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ടാണ്. ഇത് കപ്പയ്ക്ക അല്ലെങ്കിൽ പപ്പായ, കർമൂസ, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടും. ഇത് വാഴയുടെ പിണ്ടിയാണ്. ഇത് കപ്പ. ഇതെല്ലാം ക്ലീനായിട്ട് അരിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം. നമ്മൾ പിണ്ടി അരിയാണ്. ഈ പിണ്ടിക്കൊരു നൂലുണ്ട്. അതിങ്ങനെ നമ്മൾ അരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കയ്യിലേക്ക് ചുറ്റിയാൽ മതി. ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഇതുപോലെ നൂല് ചുറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വായിൽ കിട്ടും കഴിക്കുന്നു. ഇനി നമുക്കിത് എങ്ങനെ അരിയേണ്ടതെന്ന് കാണിക്കാം. ഇത് ചെറുതായിട്ടും അരിയാം, ഇങ്ങനെ അരിയാം. ഇങ്ങനെ അരിയുകയാണെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിണ്ടിക്ക്. അത് കാരണം നമ്മൾ ഇങ്ങനെ അരിയാണിത്. ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പിണ്ടി നുറുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പ അരിയാം. കപ്പ അരിയേണ്ടത് ഇങ്ങനെയാണ്. കാരണം കുറച്ച് വലുതായിട്ട് വേണം, അല്ലെങ്കിൽ ഇത് വെന്തു പോവും കണ്ടമാനം. ഈ രീതിയിൽ കപ്പ അരിയണം. ഇപ്പം നമ്മൾ കപ്പ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പപ്പായ അരിയാം. അതേപോലെ തന്നെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ്. പക്ഷെ മൂത്ത കപ്പയ്ക്ക ഇതിനാവൂല. ഇളത്ത് കപ്പയ്ക്ക വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് വരില്ല അതിന്. ഇപ്പം നമ്മളുടെ പച്ചക്കറി എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. പിണ്ടി നമ്മൾ കുക്കറിലേക്ക് ഇടാം. കപ്പ ഇടുകയാണ്. ഇനി കപ്പയ്ക്ക ഇടുക അതിലേക്ക്. ഇനി ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 2 സ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്,
നമ്മളിതിൻ്റെ നെകക്കെ വെള്ളം ഒഴിക്കുക. എത്ര കഷ്ണമുണ്ടോ അതിൻ്റെ നെകക്കെ വെള്ളം ഒഴിക്കും. ഇപ്പം നമ്മുടെ കഷ്ണത്തിന് നെകക്കെ വെള്ളമൊഴിച്ച് വെയിറ്റ് ഇട്ട് അടുപ്പത്ത് വയ്ക്കുക. വെയിറ്റ് ഇട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. രണ്ട് വിസിലാവുമ്പോൾ നമുക്ക് വാങ്ങി വെച്ചിട്ട് തുറന്ന് നോക്കാം. വെട്ടുപുളിങ്കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് ഒരു മുറി തേങ്ങ അധികം അരച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. 5 or 6 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 5-8 ചെറുതായതുകൊണ്ട് അത് കൊടുത്തിട്ട് ഒരു 5 or 6 വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അതിനെ ഒഴിവാക്കാം, കുഴപ്പമില്ല. 1 സ്പൂൺ ജീരകം, 2 പച്ചമുളക്. ഇനി ഇത് നമുക്ക് അരച്ചിട്ട് വരാം. തേങ്ങയുടെ ആണ്. ഇത് നമുക്ക് ഒരുപാട് നൈസാവരുത്, എന്നാൽ അരയും വേണം. ആ രീതിയിൽ അരച്ചു കൊണ്ടുവന്നിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവി പോയി. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മളുടെ കപ്പയ്ക്ക എല്ലാം നന്നായിട്ട് വെന്തു. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, പരിപ്പോ പയറോ ഒന്നുമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇതാണ് നമ്മളുടെ അരപ്പ്, ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചച്ചുവ പോകുന്ന വരെ മാത്രം തീ കത്തിക്കണം. ഇപ്പം നമ്മുടെ കറി തേങ്ങ അരച്ചു കറക്റ്റായിട്ടുണ്ട്. ഇതിനി 1-2-3 തിളയ്ക്കണം. പച്ചമുളകിൻ്റെയും പച്ച ഉള്ളിയുടെയൊക്കെ പച്ചച്ചുവ പോണ വരെ മാത്രം തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം. ഇപ്പം നമ്മുടെ കറി തിളച്ച് പാകമായിട്ടുണ്ട്. നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മൾ കടുക് വറുക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒഴിക്കാം, കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. കടുക് ഇടുകയാണ്. വറ്റൽമുളക് 2 ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കടുകും മുളകും പൊട്ടി കറക്റ്റായി. നമുക്ക് ലാസ്റ്റ് കറിവേപ്പില ഇട്ടാൽ മതി. ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്, അത് കാരണം നേരത്തെ തന്നെ ഓഫാക്കി. പതിവുള്ള
പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പാടത്ത് പണിയാൻ വരുന്നവർക്കും ഉണ്ടാക്കണമെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണിത്. അപ്പം നമ്മുടെ നാടൻ പുളിങ്കറി റെഡിയായി. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.